മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൊടുപുഴയിൽ നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. കലയന്താനിയിലെ ഗോഡൌണിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇയാളെ കാണാതായതായി കാണിച്ച് കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, അത് കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. ഈ മൃതദേഹം ഈ കൊലപ്പെടുത്തിയവർ തന്നെ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടിട്ടതാണ്. കാര്യങ്ങൾ വ്യക്തത വന്നിരിക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏകദേശം കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗോഡൌണിൻ്റെ കലയന്താനിയിലുള്ള ഗോഡൌണിൻ്റെ സേഫ്റ്റി ടാങ്കിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പുറത്തെടുത്തിട്ടില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസ് നിയോഗിച്ച ആളുകളും ചേർന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടി, ഈ സേഫ്റ്റി ടാങ്ക് പൊളിച്ച് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ തുടരുകയാണ്. ഇത് നേരത്തെ ഇത്തരത്തിൽ ഈ മരിച്ച ബിജുവും ഇതിലെ പ്രതികളിൽ ഒരാളുമായി നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകൾ നേരത്തെ തന്നെ പോലീസിൽ ഈ പ്രതികളിൽ ഒരാൾ പരാതിപ്പെട്ടിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ എഗ്രിമെൻറ്റും ഉണ്ടാക്കിയിരുന്നു. എഗ്രിമെൻ്റ് ഉണ്ടാക്കി, എന്നാൽ ഈ കൊല്ലപ്പെട്ടയാൾ ആ എഗ്രിമെൻ്റ് നടപ്പിലാക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഈ പണം തിരികെ മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടേഷൻ കൊടുത്തത്. കൊലപാതക ഉദ്ദേശത്തോടു കൂടിയല്ല കൊട്ടേഷൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏതായാലും SP ഏതാനും നിമിഷം ഇത് പുറത്തെടുത്തതിന് ശേഷം മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ പണം മേടിച്ചു നൽകുകയാണെങ്കിൽ കൊട്ടേഷൻ ടീം അംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ള നിലയിലാണ് പ്രതി പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12,000 രൂപ ആദ്യ ഘട്ടത്തിൽ ഈ ചെലവിലാക്കി കൊട്ടേഷൻകാർക്ക് കൊടുക്കുകയും പണം തിരികെ മേടിച്ച് നൽകി ഈ 6 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് തട്ടിക്കൊണ്ടു വരുന്നതിനിടയിൽ ഈ ആൾ മരിക്കുകയും മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്യേണ്ട സാഹചര്യം വന്നു. അതിനുശേഷം ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഈ പ്രതിയിൽ ജോസിൽ, ഇപ്പോൾ ഈ മൃതദേഹം നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ജോസിൽ, നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ മൃതദേഹം കാണിച്ചു കൊടുക്കാൻ പോയത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടയാളാണോ അതോ ബിജു ജോസഫിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഈ തർക്കത്തിൽപ്പെട്ടയാളാണോ? ബിജു ജോസഫിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഈ ഗോഡൗൺ, അതായത് അദ്ദേഹത്തിൻ്റെതാണ് ഈ ഗോഡൗൺ. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ഗോഡൗണാണിത്. അതിൻ്റെ മാലിന്യങ്ങൾ, അതായത് കേറ്ററിംഗ് സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന സേഫ്റ്റി ടാങ്കിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സിജു, ജോസിൽ, 6 ലക്ഷം രൂപ ആണ് ഈ ബിജു ജോസഫ് ഇയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, ഈ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക്. അതാണോ ശരിയായ വിവരം? എത്ര രൂപയുടെ ഇടപാടാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടോ, നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അല്ല, 50 ലക്ഷം രൂപയിലധികമുള്ള ഇടപാട്. അതായത് ഈ ജോമോൻ എന്ന് ഈ പ്രതികളിൽ ഒരാൾ എന്ന് പറയുന്നയാൾ ഈ നേരത്തെ കാറ്ററിംഗ് സ്ഥാപനവും അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ്, ടൂറിസ്റ്റ് ബസ് സർവീസ് എല്ലാം നടത്തിയിരുന്ന ആളാണ്. അതിനുശേഷം ഈ ബിജു ജോസഫുമായി ഷെയറിലാവുകയും ഈ ഇദ്ദേഹത്തിൻ്റെ വാഹനങ്ങളും അതുപോലെ തന്നെ കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങളുമെല്ലാം ഇയാളുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ ഷെയർ പിരിയുന്ന സാഹചര്യത്തിൽ ഇയാൾ അതായത് പ്രതികളിൽ ഒരാൾ മുടക്കിയ പണവും വസ്തുക്കളും വാഹനങ്ങളും തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തൊടുപുഴ DYSPയുടെ അടുത്തും പരാതി ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി ഈ സാധനങ്ങൾ ഈ മരിച്ചയാളോട് തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് തിരികെ കൊടുക്കാൻ തയ്യാറായില്ല. അതുമാത്രമല്ല, ഈ പ്രതികളിൽ ഒരാൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ട് ഈ പണവും വസ്തുക്കളും തിരിച്ചു മേടിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇതൊന്നും നടക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 ലക്ഷം രൂപയ്ക്ക് ഈ പണം തിരികെ പണം കൊടുത്തിട്ടില്ല, പണം തിരികെ മേടിച്ച് തരികയാണെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കാം എന്ന എഗ്രിമെൻറ്റോട് കൂടിയാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. ചെലവ് കാശായി 12,000 രൂപ കൊടുത്തു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അതായത് 50 ലക്ഷം രൂപയാണ് ബിജു ജോസഫ് ജോമോൻ എന്നാണോ മറ്റൊരാളുടെ പേര്, ജോമോന് കൊടുക്കാനുണ്ടായിരുന്നത്. ആ 50 ലക്ഷം രൂപ വാങ്ങുന്നതിനായി 6 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ് ഉറപ്പിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായി 12,000 രൂപ നൽകുകയും ചെയ്തു. അപ്പോൾ ഈ കൊട്ടേഷൻ സംഘത്തോടൊപ്പം ഈ ജോമോനും ഉണ്ടായിരുന്നോ ഈ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ?
അത് പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത്. ഏതായാലും ഇന്നലെ ആലുവയിൽ നിന്നാണ് ഈ പറയുന്ന പ്രതികളിൽ ഒരാൾ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് പിടികൂടുന്നത്. ആ സമയത്ത് ഇയാൾ വളരെ വാഹനത്തിൽ മദ്യപിച്ച അവസ്ഥയിലായിരുന്നു. ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെ ബാക്കി പണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയുടെ മുനമ്പിലാണ് ആയിരുന്നു ഈ പറയുന്ന പ്രതികളിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും അതിനുശേഷമാണ് ഈ പോലീസ് അതിൻ്റെ ഒപ്പം തന്നെ ഈ കൊട്ടേഷൻ പ്രതികളിൽ ഒരാളെ വേറൊരു കേസിൽ ഈ എറണാകുളം പോലീസ് പിടിക്കുന്നു. അതായത് ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. അയാൾ മൊബൈലിൽ ലൊക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗോഡൗണിൻ്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഗോഡൗണിൻ്റെ മുൻവശത്തെ റോഡിൽ അയാളെ ലൊക്കേറ്റ് ചെയ്യുകയും വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് ഈ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി ഈ ഗോഡൗണിൽ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് അത് അറിയുന്നില്ല. പോലീസ് ഈ എറണാകുളത്ത് നിന്ന് വന്ന പോലീസ് അവർ ലക്ഷ്യമിട്ട ആളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇയാളെ പിടിച്ചത് ഈ കലയന്താനി ഈ സ്ഥലത്തു നിന്നാണെന്നും അപ്പോൾ ഇത് രണ്ടും ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ പോലീസിന് തന്നെ ഇവർ തമ്മിലുള്ള അതായത് ഈ വ്യാഴാഴ്ച വ്യാഴാഴ്ച രാവിലെ 4:45 ഈ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള പരാതി ലഭിക്കുകയും ഈ കലയന്താനി ഭാഗത്ത് നിന്ന് ഒരു കൊട്ടേഷൻ കാപ്പ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഒരുമിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത്. അങ്ങനെയാണ് പ്രതികളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിൽ നേരത്തെ മനസ്സിലാക്കിയത് പ്രകാരം 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായത്. അതിൽ ഒരാൾ ഈ ബിസിനസ് പങ്കാളി എന്ന് പറയുന്ന ജോമാനാണ്. മറ്റു 2 പേർ കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഈ കൂടുതൽ പേർ ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാകുന്നുണ്ടോ? പോലീസ് വിവരം നൽകുന്നുണ്ടോ എന്തെങ്കിലും? സിജു, ഇപ്പോൾ ഈ പറയുന്ന ബിസിനസ് പങ്കാളി ഉൾപ്പെടെ 4 പേരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. 3 കൊട്ടേഷൻ സംഘാംഗങ്ങളും ഈ ബിസിനസ് പങ്കാളിയുമാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നത്. സിജു, ഏതായാലും ഇപ്പോൾ ഈ കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നുണ്ട്. ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളിയായ ജോമോൻ എന്നയാളാണ് കൊലപ്പെടുത്തിയെന്നാണ്, കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പങ്കുവെക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മാൻഹോളിൽ മൃതദേഹം കണ്ടെത്തി. അവിടെ ഈ കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ ഗോഡൌണിൽ മാലിന്യം ഒഴുക്കുന്ന മാൻഹോളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞു. ഇനി അത് പുറത്തെടുക്കാനുള്ള നടപടികൾ, അതായത് വ്യാഴാഴ്ചയാണ് കാണാതായത്. ഈ എന്നാണ് കൊലപ്പെടുത്തിയത് സംബന്ധിച്ച വിവരങ്ങൾ ഇവർ പോലീസിനോട് പറഞ്ഞോ ഈ പ്രതികൾ? അതായത് ഈ പറയുന്ന ബിസിനസ് പങ്കാളിയായ പ്രതിയുടെ ബോഡിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന വ്യാഴാഴ്ച രാവിലെ 4:45 വീട്ടിൽ നിന്ന് ഈ മരിച്ച ബിജു എല്ലാ ദിവസവും 4 മണിയോടുകൂടി പ്രദേശത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി രാവിലെ എത്തുന്ന സ്വഭാവമുണ്ട്. അത് കൃത്യമായി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ഇയാൾ അറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തുകയും 4:45 വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ വരുന്ന വഴി ഈ വാഹനത്തിലേക്ക് പിടിച്ച് ആളുകൾ കണ്ടതാണ്. അതിൻ്റെ കണ്ടു എന്ന് പറയുന്നു. പക്ഷേ അതാരാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് പ്രതികളുടെ മൊഴി അടിസ്ഥാനത്തിലാണെങ്കിൽ ഇയാൾ കുതിറിയ സമയത്ത് ഈ വണ്ടിയിലേക്ക് ചവിട്ടി പിടിച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ സംഭവ സ്ഥലത്ത്, അതായത് കെട്ടിയിടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നില്ല. അതായത് വാഹനത്തിൽ വെച്ച് ഇയാളെ അടക്കി ചവിട്ടി പിടിച്ച് ഇരുത്തിയ സമയത്ത് മരണം സംഭവിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരം. ഇവിടെ എത്തിച്ച് ഇയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ട്രാൻസ്ഫർ വഴി പണം തിരികെ മേടിക്കാനുള്ള ശ്രമമായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഈ ആൾ മരിച്ചു. പിന്നീട് മറവ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ചില ഫയർഫോഴ്സ് ചില ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അവിടെ മാൻഹോളിലടക്കം വലിയ തരത്തിലുള്ള ഈ മലിനജലം അടക്കം കെട്ടിക്കിടക്കുന്നുണ്ടാകും. അത് ഒഴിവാക്കുന്നതിനൊക്കെ ഭാഗമായിട്ടായിരിക്കാം. ഏതായാലും ഈ ബിജു ജോസഫിനെ 50 ലക്ഷം രൂപയുടെ പേരിൽ കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അറിയാമായിരുന്നു. ഇവർ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പോലീസിനറിയാം, നാട്ടുകാർക്കടക്കം അറിയാമായിരുന്നു. കരുതിക്കൂട്ടി തന്നെ ആയിരുന്നു കൊലപാതകം നടത്തിയെന്ന് പറയേണ്ടി വരുന്നുണ്ട്. യാദൃച്ഛികമായി സംഭവിച്ചതല്ല, കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയത് തന്നെയാണെന്നാണ് നമുക്ക് നിലവിലുള്ള സൂചനകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, പ്രതിയുടെ മൊഴി അനുസരിച്ച് കൊലപാതകമായിരുന്നില്ല ലക്ഷ്യം. ഇത് ഇത്തരത്തിൽ തനിക്ക് ലഭിക്കാനുണ്ടായിരുന്ന പണം തിരികെ മേടിക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ പോലീസ് സ്റ്റേഷനിലും ഡിവൈഎസ്പിയുടെ അടുത്തും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും എല്ലാം ഇത്തരത്തിൽ സമീപിക്കുകയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെ അടുത്തും ഉൾപ്പെടെ ഈ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമെല്ലാം നടത്തിയിരുന്നു. അതെല്ലാം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ എഗ്രിമെൻ്റ് വെക്കുന്നതല്ലാണ്ട് ഈ പണം തിരികെ കൊടുക്കാനോ ഈ വാഹനങ്ങൾ തിരികെ കൊടുക്കാനോ ഇത് കേറ്ററിംഗ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പാത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ തിരികെ കൊടുക്കാനോ ഇയാൾ
തയ്യാറായില്ല. ആ ഒരു എല്ലാ പ്രതീക്ഷയും അടഞ്ഞ ഒരു ഘട്ടത്തിലാണ് കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം തേടുന്നത്. പക്ഷേ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കാൻ പോലുമുള്ള പണം ഇയാളുടെ പക്കലുണ്ടായിരുന്നില്ല. അതാണ് ഈ പണം തിരികെ മേടിച്ച് നൽകി കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ളതാണ് ഇയാൾക്ക് നൽകിയിരുന്ന എഗ്രിമെൻ്റ്, കൊട്ടേഷൻ സംഘങ്ങൾക്ക് കൊടുത്തിരുന്ന എഗ്രിമെൻ്റ് എന്നുള്ളതാണ് ഇപ്പോൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. ബാക്കി പോലീസ് അന്വേഷണം നടത്തി പോലീസാണ് SP അടക്കമുള്ള ആളുകൾ, വിഷ്ണുപ്രതാപ് പ്രദീപ് ടി കെ അടക്കമുള്ള ഇടുക്കി SP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. SP ആണ് കൃത്യമായ വിവരങ്ങൾ നമ്മൾ മാധ്യമങ്ങളോടക്കം പങ്കുവെക്കേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ പറഞ്ഞുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നത്. ഈ മൃതദേഹം കണ്ടെത്തിയത് ഗോഡൌണിനകത്ത് തന്നെയുള്ള മാൻഹോൾ ആണോ, അതോ അവിടെ നിന്ന് ഒഴുകി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയോ, അത് ദൂരേക്ക് പോയിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടാവും? മൃതദേഹം പോലീസ് കണ്ടെത്തി കഴിഞ്ഞു ശരിക്കും? ഈ സേഫ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് കേറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ തറയുടെ അടിയിലാണ് ഇതിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ അടിയിലാണ് ഇത് ഇപ്പോൾ കുഴിച്ച് അതിനകത്ത് ഇറക്കിയിട്ടതിന് ശേഷം മണ്ണും കൂടെ ഇട്ട് മൂടിയതിന് ശേഷമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മൃതദേഹം അതിനകത്ത് കിടക്കുന്ന അടക്കം ഇപ്പോൾ ദൃശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് അനൗദ്യോഗികമായി പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഈ സേഫ്റ്റി ടാങ്കിൻ്റെ മൂടിയുടെ കൂടുതൽ ഭാഗങ്ങൾ പൊളിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി, ഈ തറയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിജു. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് കാണാതായ ബിജു ജോസഫിൻ്റെ മൃതദേഹം ഗോഡൌണിൽ നിന്ന് കണ്ടെത്തി മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നടത്തിക്കൊണ്ടിരിക്കുന്നത്.